നമസ്കാരം. ആണവായുധ ശേഖരം കുറയ്ക്കുന്നതിനെക്കുറിച്ച് റഷ്യയുമായും ചൈനയുമായും ചർച്ച നടത്തണമെന്നൊക്കെ ട്രംപ് തീരുമാനങ്ങൾ എടുക്കുന്നതിനിടയിലാണ് ട്രംപിന് ഭീഷണിയായി ഇപ്പോൾ കിം ജോങ് ഉന്ന് ഉത്തര കൊറിയയിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത്. ആണവായുധങ്ങളുടെ വികസനം തുടരുമെന്ന് തന്നെയാണ് കിമ്മിന്റെ തീരുമാനം. രാജ്യത്തിന്റെ ആണവായുധ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആയുധ ഗ്രേഡ് ആണവ സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്തും പ്രത്യേകം സന്ദർശനം നടത്തിക്കൊണ്ടായിരുന്നു കിമ്മിന്റെ പുതിയ പ്രഖ്യാപനം. അനിവാര്യമാണെങ്കിൽ ഇവയെല്ലാം പുറത്തിറക്കുമെന്നൊരു ഭീഷണി കൂടിയായിരുന്നു കിമ്മിന്റെ ഈ ഒരു പുതിയ തീരുമാനമെന്നാണ് ഔദ്യോഗിക കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2025 ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം ആണവ ശക്തികളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക വർഷമായിരിക്കുമെന്നും KCNA വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ ആണവ പ്രതിരോധ നിലപാട് അനിശ്ചിതമായി വികസിപ്പിക്കുക എന്നത് തങ്ങളുടെ ഉറച്ച രാഷ്ട്രീയവും സൈനികവുമായ നിലപാടാണെന്നും മാറ്റമില്ലാത്ത മഹത്തായ കടമയാണെന്നുമാണ് ഈ തീരുമാനത്തെ പറ്റി കിം ജോങ് ഉന്ന് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയയുമായി വീണ്ടും നയതന്ത്ര ബന്ധം പുലർത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കിമ്മിന്റെ പുതിയ പ്രഖ്യാപനം വന്നത്. പരോക്ഷമായി ട്രംപിനുള്ള ഒരു താക്കീത് കൂടിയാണ് കിമ്മിന്റെ ഈ ഒരു തീരുമാനം. മാത്രമല്ല, അടുത്തിടെ രാജ്യത്തെ സൈനിക പ്രകടനത്തെ അടയാളപ്പെടുത്തുന്ന ഉത്തര കൊറിയയുടെ സ്ട്രാറ്റജിക് ഗൈഡഡ് ക്രൂയിസ് മിസൈലുകൾ രാജ്യം പരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പൈശാചികമായ ശത്രുരാജ്യമായുള്ള ദീർഘകാല ഏറ്റുമുട്ടൽ അനിവാര്യമാണെന്നും ആണവ കവചം സ്ഥിരമായി ശക്തിപ്പെടുത്തേണ്ടത് രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്നും കിം പറയുകയുണ്ടായി. അമേരിക്ക, ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള എതിരാളികൾക്ക് ഭീഷണിയാണ് നിലവിലെ ഉത്തര കൊറിയയുടെ തീരുമാനം. ആദ്യ ഭരണകാലത്ത് ട്രംപ് 3 തവണ കിമ്മുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കിമ്മുമായുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ലക്ഷ്യമിടുന്നതായി അടുത്തിടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ട്രംപ് കിമ്മുമായുള്ള തന്റെ ബന്ധത്തെ വളരെ നല്ലത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എങ്കിലും അമേരിക്കയെ അത്ര കണ്ടങ്ങ് ദഹിക്കാത്ത ഒരാളാണ് കിം. മാത്രമല്ല, പുതുതായി നിയമിതനായ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കിമ്മിനെ അടുത്തിടെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. കിമ്മുമായി നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യത ട്രംപിന്റെ ഭരണകൂടം പരിഗണിക്കുന്നുണ്ട് എങ്കിലും കിമ്മിന്റെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും ബന്ധം എങ്ങനെ മുന്നോട്ട് പോകണം എന്നത്. ലോകത്തെ മുഴുവൻ വെട്ടിലാക്കാനിറങ്ങുന്ന ട്രംപ് തന്റെ പരിഷ്കാരങ്ങളുമായി പോകാൻ സാധ്യതയില്ലാത്ത ഒരു രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ. അങ്ങനെ എന്തെങ്കിലും പ്രകോപനവുമായി അങ്ങോട്ട് പോയാൽ അതിന് തക്ക മറുപടി കിട്ടുമെന്ന് ട്രംപിന് നന്നായി അറിയാമായിരിക്കും. നേരത്തെ കടലിൽ നിന്ന് ഉപരിതലത്തിലെത്തുന്ന തരത്തിലുള്ള ക്രൂയിസ് മിസൈലുകൾ ഉത്തര കൊറിയ വിജയകരമായി പരീക്ഷിച്ചതായി KCNA റിപ്പോർട്ട് ചെയ്തിരുന്നു. വിക്ഷേപിച്ച മിസൈലുകൾ 1500 കിലോമീറ്റർ എലിപ്റ്റിക്കൽ ഫിഗർ 8 ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അയൽ രാജ്യങ്ങളുടെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കാത്ത വിധത്തിലായിരുന്നു ഇതിന്റെ പരീക്ഷണം. വിക്ഷേപണം എവിടെയാണ് നടന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായിട്ടില്ല. എതിരാളികൾക്കെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിൽ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സായുധ സേനയെ കൂടുതൽ സമഗ്രമായി തയ്യാറാക്കുന്നു എന്നായിരുന്നു വിക്ഷേപണത്തിന് ശേഷം കിം പറഞ്ഞിരുന്നത്. കിമ്മിന്റെ മേൽനോട്ടത്തിൽ തന്നെയായിരുന്നു പരീക്ഷണം നടന്നിരുന്നത്. ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഉത്തര കൊറിയ നടത്തുന്ന ആദ്യ മിസൈൽ വിക്ഷേപമായിരുന്നു അത്. കിമ്മുമായി കൂടുതൽ നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ട് എന്ന ട്രംപ് പറഞ്ഞതിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ദക്ഷിണ കൊറിയയ്ക്കാണ് എന്ന് തന്നെ പറയാം. കിം അമേരിക്കയുമായി ഒരു നല്ല ബന്ധത്തിന് ഇനി മുതിരുമോ എന്നൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അതിൽ നെഞ്ചെടുപ്പ് കൂടുന്നത് ദക്ഷിണ കൊറിയയ്ക്കാണ്. പക്ഷേ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഉത്തര കൊറിയ തങ്ങളുടെ സൈനികരെ അയക്കുന്നതിൽ ട്രംപ് വ്യാകുലനാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ട്രംപ് ഉത്തര കൊറിയയുടെ സൈനികരെ റഷ്യയിലേക്ക് അയക്കുന്നതും അതിന്റെ ആയുധ പിന്തുണയും തടയാൻ ഈ ബന്ധം പുതുക്കൽ ഉപയോഗിക്കുമോ എന്നാണ് സംശയമെന്നാണ് ദക്ഷിണ കൊറിയയിലെ ചില മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യം.